മേപ്പയൂർ പോലീസിനെതിരെ സൈനികന്റെ പരാതി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നാരോപിച്ച് മേപ്പയൂർ സ്വദേശി അതുലാണ് കോഴിക്കോട് റൂറൽ എസ്.പിക്ക് പരാതി നൽകിയത്. വാഹന പരിശോധനയ്ക്ക് സഹകരിച്ചില്ലെന്നാരോപിച്ചാണ് അതുലിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. സൈനികനാണെന്ന് അറിയിച്ചിട്ടും കൈവിലങ്ങ് അണിയിച്ച് മർദ്ദിച്ചുവെന്ന് അതുൽ ആരോപിച്ചു. വൈകുന്നേരം ഒരു 7 മണിയോടെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി ബൈക്ക് എന്തോ ഹെൽമെറ്റ് ഇട്ടാടെ പോയി എന്നാണ് അവരെന്നോട് പറയുന്നത്. അതിന് ഞാൻ എന്തെങ്കിലും തെളിവുകളും എന്തെങ്കിലും ഉണ്ടോ അവർ പറഞ്ഞു നീ അവിടെ ഇരിക്കുന്നത് പറഞ്ഞ മോശമായ രീതിയിലാണ് അവർ സംസാരിച്ചത്. എന്നോട് മോശമായി സംസാരിച്ച ഇതില് ഞാൻ അവരോട് പറഞ്ഞു, സാറേ ഞാനിത് പട്ടാളക്കാരനാണ്, ഞാനിങ്ങനെ ലീവിന് വന്നതാണ്. അവർ പറഞ്ഞു വേറെ അവിടെയുള്ള SI അയാൾ എന്ത് എക്സ് മിലിറ്ററിക്കാരനോ അങ്ങനെ എന്തോ പറഞ്ഞ് അയാൾ ഞാനിവിടെ സർവീസ് ചെയ്തതായിരുന്നു. ഞാനിപ്പം പോലീസുകാരൻ അവരെ SI അവിടുത്തെ വന്നിട്ട് ഹാൻഡ് കഫ് ഉപയോഗിച്ച് എന്നെ ലോക്ക് ചെയ്തിട്ട് ഇവർ 3 പേര് കൂടി നിന്ന് എന്നെ ചവിട്ടി അടിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അടിച്ചതിന് ശേഷം എൻ്റെ ഷോൾഡർ ഡൗൺ ആയി. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയ സമയത്ത് ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കൈ പെയിൻ ആവുന്നുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞ് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നിഷേധിക്കുകയും അവിടെ ഇരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഹാൻഡ് കഫ് ഇട്ടാണ് അവരെന്നെ. അഭിജിത്ത് മുഴക്കുന്നു. അഭിജിത്ത്, ഷോൾഡർ ഡിസ്ലൊക്കേഷനായി എന്ന് പറഞ്ഞാൽ തോൾ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മർദ്ദനം തുടർന്നു എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ അത്രയും ക്രൂരമായി മർദ്ദിക്കാനുള്ള ചേതോവികാരം എന്താണ് അഭിജിത്ത്? ഹാഷ്മി, അതുൽ പറയുന്നതനുസരിച്ച് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇന്നലെയാണ്. അവധിക്ക് നാട്ടിലെത്തിയതാണ് സൈനികനായ അതുൽ. ഇന്നലെ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് പോലീസ് കൈ കാണിച്ച് നിർത്താത്തതിനെ തുടർന്ന് അതുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. തുടർന്ന് രാത്രി 7 മണിയോടടുപ്പിച്ച് അതുൽ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലെത്തി. തുടർന്നാണ് ഈ അതുൽ ആരോപിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ സ്റ്റേഷനിൽ വെച്ച് അരങ്ങേറുന്നത്. സ്റ്റേഷനിലെ SI അതുലിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് അതുലിന്റെ ആരോപണം. താൻ സൈനികനാണ് എന്ന് അറിയിച്ചിട്ടും കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് തന്നെ രീതിയിൽ മർദ്ദിച്ചു, അസഭ്യം പറഞ്ഞു, തൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. പിന്നീട് ഈ പുറത്ത് നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നത് കണ്ടാണ് ഈ മർദ്ദനം നിർത്താൻ പോലീസ് തയ്യാറായത്. പിന്നീട് സ്റ്റേഷനിലേക്ക് പേരാമ്പ്ര ഹോസ്പിറ്റലിലേക്ക് അതുലിനെ കൊണ്ടുപോയിരുന്നു. പക്ഷെ അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് തയ്യാറായില്ല എന്നുകൂടി അതുൽ ആരോപിക്കുന്നുണ്ട്. അതായത് കൃത്യമായി ഇത്തരം ഒരു സ്റ്റേഷനിലേക്ക് തന്നെ വിളിപ്പിച്ചതനുസരിച്ച് താൻ എത്തുന്നു, പക്ഷേ അവിടെ എത്തിയതിനു ശേഷം ക്രൂരമായ രീതിയിലാണ് പോലീസ് തന്നോട് പെരുമാറിയത് എന്നുള്ളതാണ് അതുലിന്റെ ആരോപണം. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അതുൽ കോഴിക്കോട് റൂറൽ SPക്ക് ഒരു പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ പോലീസിനോട് നമ്മൾ ചോദിച്ചിരുന്നു. പോലീസ് നൽകുന്ന വിശദീകരണം ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് അതുൽ സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ പാറാവുണ്ടായിരുന്ന പോലീസുകാരനോട് മോശമായി പെരുമാറുകയുമായിരുന്നു. തുടർന്നാണ് പോലീസ് ചെറിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും അവിടെ ഉണ്ടായിരുന്നു എന്നതിൽ കവിഞ്ഞ് മർദ്ദിച്ചിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്നത്. ഒപ്പം തന്നെ അനന്തപുരി സോൾജിയേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ സംഘടനയുടെ ആവശ്യം. ഏതായാലും അതുൽ കോഴിക്കോട് റൂറൽ SPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് റൂറൽ SP ഉടൻ തന്നെ കടക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഹാഷ്മി. അഭിജിത്ത് മുഴക്കുന്നതാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. നമുക്ക് ഓർമ്മയുണ്ട്, കിളുവല്ലൂരിൽ ഇതുപോലൊരു സൈനികനെയും സഹോദരനെ മർദ്ദിച്ച് അവശനാക്കിയ വാർത്തയൊക്കെ അധിക നാളായിട്ടില്ല വന്നിട്ട് അതാ ഇപ്പോൾ മറ്റൊരു സൈനികനെ തോളലിലെ തെറ്റും വരെ ഇടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നിജസ്ഥിതി എന്ന അന്വേഷണത്തിൽ തെളിയട്ടെ.